നമസ്കാരം, എല്ലാവർക്കും രശ്മിസേന റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ പച്ചക്കറികളൊക്കെ ഏകദേശം ഒരേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് പയറ്, കുമ്പളങ്ങ, പച്ചനേന്ത്രക്കായ, ക്യാരറ്റ്, പടവലങ്ങ, പിന്നെ കോവയ്ക്കയും മുരിങ്ങക്കായും ചേനയും. അവിയൽ എപ്പോഴും വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഏറ്റവും വേവുള്ള ചേന ഇട്ട് കൊടുക്കാം. ചേന കുറച്ച് കനം കുറച്ച് അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതേപോലെ ഈ ഒരു സമയത്ത് മഴക്കാലത്ത് ചേന പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. പിന്നെ അതിന് മുകളിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അവിയലിന് ആവശ്യമായിട്ടുള്ള 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇളക്കാതെ നമുക്കൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിമിൽ ഓയിൽ വെച്ചാൽ മതി. നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കട്ടിയുള്ള പാത്രമാണ്. അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഇല്ലെങ്കിലും പച്ചക്കറികളൊന്നും അടിയിൽ കരിഞ്ഞു പിടിക്കില്ല. അതേപോലെ തന്നെ ചേന എണ്ണയിൽ കിടന്നിട്ട് ഒന്നങ്ങ് മൊരിഞ്ഞ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കിയിട്ട് നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് ആവി കയറുന്നതിന് വേണ്ടി 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ആദ്യം മുരിങ്ങക്കായ ചേർത്തിട്ടില്ലായിരുന്നു. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിയലായി വരുമ്പോഴേക്കും മുരിങ്ങക്കായൊക്കെ കൂടുതലായിട്ട് വെന്തു പോകും. ഓരോ കഷ്ണവും നെടുകയൊന്ന് മുറിച്ചിട്ട് രണ്ടാക്കി ഇടുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് മുരിങ്ങക്കായിലേക്കും പിടിച്ചോളും. ഇതേപോലെ കഷ്ണങ്ങളൊക്കെ സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ കൊണ്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അവിയലിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. 5 പച്ചമുളകും 8 ചെറിയ ഉള്ളിയും 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് ചതയ്ക്കണ്ട, അപ്പൊ കൂടുതലായിട്ട് അങ്ങ് അരഞ്ഞു പോകും. കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ആദ്യം ജീരകം ഇട്ടിട്ടൊന്ന് ചതയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ 2 കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയുള്ളിയും ജീരകവും കറിവേപ്പിലയും ഒന്ന് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. കഷ്ണങ്ങൾ വേവാൻ വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേന എടുത്തിട്ട് നമുക്കൊന്ന് വെന്തോ നോക്കാം. ചേനയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ വേവ്. അപ്പോൾ ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാവും. ചേനയുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്കായിട്ട് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ വാളംപുളി ചേർക്കാം. ഇനി അതുമല്ലെങ്കിൽ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈരാണ് ചേർത്തത്. തൈരും കൂടെ ചേർത്തിട്ട് കഷ്ണത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് കഷ്ണങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് തട്ടി മാറ്റിയതിന് ശേഷം നടുഭാഗത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ കൊണ്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുമ്പോൾ അരപ്പിലേക്ക് പെട്ടെന്ന് തന്നെ ആവി കയറിക്കോളും. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി തുറന്നു നോക്കിയിട്ട് അരപ്പൊക്കെ കഷ്ണത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് തന്നെ പാകമാണ്. എല്ലാ പച്ചക്കറിയും കൂടെ നന്നാക്കിയതിന് ശേഷം 750 ഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം. കറിവേപ്പില കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പച്ച വെളിച്ചെണ്ണേന്റെയും പച്ചക്കറിവേപ്പിലേന്റെയും ഒക്കെ ടേസ്റ്റ് അവിയലിലേക്ക് നന്നായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടുള്ള സദ്യ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് അവിയൽ തയ്യാറാക്കി നോക്കണം.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പൊ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.